ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ദേവയാനിക്ക് നയനയാണോ തനിക്ക് കരൾ തന്നതെന്നുള്ള സംശയം കാരണം റൂമിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു പേപ്പർ എടുത്ത് നറുക്കിടാനായിട്ട് എഴുതുകയാണ്. ഒരു പേപ്പറിൽ എഴുതുന്നുണ്ട്, എൻ്റെ മരുമകളാണ് എനിക്ക് കരൾ തന്നതെന്ന്. മറ്റൊരു പേപ്പറിൽ എൻ്റെ മരുമകളല്ല എനിക്ക് കരൾ തന്നതെന്ന് എഴുതും. എന്നിട്ട് ഓർക്കും രണ്ടെണ്ണം പോരാ, ഇനി രണ്ടെണ്ണവും കൂടെ വേണമെന്ന്. എന്നിട്ട് ഒരെണ്ണത്തിൽ എഴുതുന്നുണ്ട്, എൻ്റെ മരുമകൾക്ക് എന്നെ ജീവനാണ്, അതുകൊണ്ട് അവൾ എനിക്ക് തന്ന സ്നേഹ സമ്മാനമാണ് കരളെന്ന്. പിന്നെ അടുത്തതിൽ എഴുതും, എൻ്റെ മരുമകൾക്ക് എന്നോട് വെറുപ്പാണ്, അതുകൊണ്ട് അവളല്ല എനിക്ക് കരൾ തന്നതെന്ന്. എഴുതിയ പേപ്പറെല്ലാം കൂടെ ഒരു ബൗളിലാക്കി ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് പൂജാമുറിയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കും, ഭഗവാനെ എനിക്ക് ഇതെല്ലാം ഒന്ന് തെളിയിച്ചു തരണം, എൻ്റെ സംശയമെല്ലാം ശരിയാണോ എന്ന് എനിക്ക് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞ് അതിനകത്തുനിന്നൊരു പേപ്പർ എടുക്കുകയാണ്. അപ്പോൾ ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ മരുമകൾക്ക് എന്നെ ജീവനാണ്, അതുകൊണ്ട് അവൾ എനിക്ക് തന്ന സ്നേഹ സമ്മാനമാണ് എൻ്റെ കരളെന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ദേവയാനിക്ക് അങ്ങ് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി ഭഗവാനെ, ഇനി ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ്. അമ്പലത്തിൽ ഭഗവാന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദേവയാനി പറയുന്നുണ്ട്, ഭഗവാനെ, എൻ്റെ മരുമകളാണോ എനിക്ക് കരൾ തന്നത്? ഞാൻ അവളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് സത്യം എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തരണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തിരുമേനി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എല്ലാം മാറിയോ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പം ദേവയാനി ചോദിക്കും, ഇവിടെ അച്ഛനും അമ്മയും വന്ന് ഇപ്പോഴും മൃത്യുഞ്ജയ ഹോമമൊക്കെ എനിക്കും നയനയ്ക്കും വേണ്ടി ചെയ്യാറുണ്ടോ എന്ന്. അപ്പം തിരുമേനി പറയും, അതങ്ങനെ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന കർമ്മമല്ലല്ലോ, അതുകൊണ്ട് മൃത്യുഞ്ജയ പൂജ ചെയ്യാറുണ്ട് രണ്ടു പേർക്കും വേണ്ടിയെന്ന്. ആ കുട്ടിയുടെ ഗ്രഹനില നോക്കിയ തിരുമേനി പറഞ്ഞതും ആ കുട്ടിയുടെ ജാതകം വളരെ നല്ലതാണെന്നും അത് അനന്തപുരിയിൽ കയറി വന്നത് നിങ്ങളുടെ ഭാഗ്യമാണെന്നും ആ പറഞ്ഞത്. അതുകൊണ്ട് ആ കുട്ടിയെ നിങ്ങൾ ചേർത്ത് നിർത്തുന്നതാണ് നല്ലത്, ആ കുട്ടി വളരെ നല്ലൊരു കുട്ടിയല്ലേ എന്നൊക്കെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്. അപ്പം ദേവയാനി ഒന്നും പറയാനൊന്നും പറ്റാത്തവരത്ത് ഇങ്ങനെ നിന്ന് സങ്കടപ്പെട്ട് നിൽക്കുക. ആ സമയത്താണ് നയനയും കനകയും കൂടെ വന്ന് ഓട്ടോയിൽ ഇറങ്ങുന്ന കാണുന്നത്. അപ്പോൾ ദേവയാനി ഓർക്കുന്നുണ്ട്, ഞാൻ ആരെക്കുറിച്ചാണോ ഇത്ര നേരം ഓർത്തത്, അവർ തന്നെ എൻ്റെ മുമ്പിൽ വന്ന് പെട്ടല്ലോ എന്ന്. ഇറങ്ങി വരുന്ന നയനയും കനകയും ദേവയാനിയെ കാണുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, നമ്മളെപ്പം വന്നാലും ആദർശമോൻ്റെ അമ്മയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. ഞാൻ അമ്മയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആലോചിക്കുന്നത് അതുകൊണ്ടായിരിക്കും കാണാൻ പറ്റിയെന്ന്. അപ്പോൾ ഇങ്ങോട്ട് നടന്നു വരുന്ന ദേവയാനി ഓർക്കുന്നുണ്ട്, സത്യങ്ങൾ എന്താണെന്ന് പൂർണ്ണമായി ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നാലും അറിഞ്ഞതിനനുസരിച്ച് ഞാനിപ്പോൾ അവരോട് സംസാരിക്കാൻ പാടില്ല, എന്തെങ്കിലും സംശയം എല്ലാവർക്കും തോന്നിയാലോ എന്ന് വിചാരിച്ച് ദേവയാനി ഇവരുടെ അടുത്ത് വരുമ്പോഴത്തേന് മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ നയനെ വിളിച്ചിട്ട് ചോദിക്കും, അമ്മയെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും കാണിക്കാനാണെങ്കിലും അമ്മയ്ക്ക് എന്നോടൊന്ന് സംസാരിച്ചു കൂടെ എന്ന്. അപ്പോൾ ദേവയാനി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ അങ്ങനെ ഒരുപാട് പേരൊന്നും കാണാനില്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന്. അതല്ല, കനക എപ്പം പറയും, മോൾ എപ്പോഴും ആദർശമോൻ്റെ അമ്മയുടെ കാര്യം പറയാറുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചെന്ന്. ശരി എന്ന് പറഞ്ഞ് ഇവരങ്ങ് പോകും. പോകുന്ന വഴിക്ക് തിരിഞ്ഞു നിന്ന് ദേവയാനി കനകയും നയനയും നോക്കുന്നുണ്ട്. നയനയ്ക്ക് ദേവയാനിയുടെ പ്രവൃത്തിയിൽ അങ്ങ് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ കനക പറയും, സാരമില്ല മോനെ, നമുക്ക് പോയി പ്രാർത്ഥിക്കാം ഭഗവാനോട്, ദേവയാനിയുടെ സ്വഭാവമൊക്കെ മാറാനെന്ന് പറഞ്ഞ് ദേവയാനിയും കൊണ്ട് അകത്തേക്ക് കനക അങ്ങ് പോകും. ദേവയാനി നേരെ ചെല്ലുന്നത് ദേവയാനി നേരത്തെ അഡ്മിറ്റ് ആയിരുന്ന ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ ഒരു നേഴ്സിന് ദേവയാനി ജോലിയൊക്കെ മേടിച്ചു കൊടുത്ത് പരിചയമുള്ള ആളാണ്. അപ്പോൾ ആ നേഴ്സിനോട് പറയും, നീ എനിക്ക് സത്യം പറഞ്ഞു തരണം, എനിക്ക് കരളും തന്നതും ബ്ലഡ് തന്നതൊക്കെ ആരാണെന്ന് നീ പറയണമെന്ന് പറയും. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഡോക്ടർ പറയാത്ത സ്ഥിതിക്ക് ഞാനത് പറയാൻ പറ്റില്ല, മാനേജ്മെൻറ്റ് അറിഞ്ഞാൽ എൻ്റെ ജോലി പോകും മേഡം, അത് കാരണം എന്നെ നിർബന്ധിക്കരുതെന്നൊക്കെ പറയും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, നിനക്ക് ഒരുപാട് പ്രാരാബ്ദം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് നല്ലൊരു തുക ഞാൻ നിനക്ക് ഓഫർ ചെയ്യുന്നത്, ഇതിപ്പോൾ 50,000 രൂപയുണ്ട്, നീ ഇത് പിടിച്ചിട്ട് സത്യം പറയാൻ പറയും. ഉടനെ ആ പെൺകുട്ടി പറയും, പറ്റില്ല, എനിക്കിത് പറയാൻ പറ്റില്ല, ഡോക്ടർ പോലും സത്യം പറഞ്ഞില്ലല്ലോ എന്ന് പറയും. അന്നേരം ആ പെണ്ണ് അങ്ങ് പോകാൻ തുടങ്ങുന്ന ഉടനെ ദേവയാനി ചോദിക്കും, എനിക്ക് ബ്ലഡ് തന്നതും എനിക്ക് കരൾ തന്നതും എൻ്റെ മരുമകൾ നയനയല്ലേ എന്ന്. പെട്ടെന്ന് ആ നേഴ്സ് തിരിഞ്ഞ് നിന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ മാഡത്തിനോട് ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ആ കുട്ടി തന്നെയാണ് മാഡത്തിന്
കരളും ബ്ലഡും ഒക്കെ തന്നത് നല്ലൊരു കുട്ടിയാണ് അതെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശരിക്കും ദേവയാനി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. തകർന്ന് നിന്നങ്ങ് കരയുന്നുമുണ്ട്. എന്നിട്ട് പറയും, ഇത് നിൻ്റെ വായിൽ നിന്ന് കേൾക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ആരും എന്നോട് സത്യം പറഞ്ഞില്ല. എൻ്റെ ഭർത്താവോ എൻ്റെ മകനോ ആരും എന്നോട് സത്യം പറഞ്ഞില്ല. എല്ലാവരും ഇത് മറച്ചു വെച്ചു. ഞാനിത് അറിയാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കരയുകയൊക്കെ ചെയ്യുക. എന്നിട്ട് പറയും, എന്തായാലും ഞാനിതറിഞ്ഞു. പക്ഷേ ഞാനിതറിഞ്ഞെന്നുള്ള കാര്യം നീ ഇതാരോടും പറയരുത്. അത് പറയാതിരിക്കാനായിട്ട് നീ 50,000 രൂപ വെക്കണമെന്ന് പറഞ്ഞ് ദേവയാനി 50,000 രൂപ നേഴ്സിൻ്റെ കൈ വെച്ച് കൊടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണ്. പുറത്ത് വരുന്ന ദേവയാനി മനസ്സിലോർക്കുന്നുണ്ട് ഭഗവാനോട് ചെന്ന് എല്ലാ തെറ്റുകളും പറഞ്ഞ് ഏത്ത വിടണമെന്ന്. അങ്ങനെ ഓടി വീണ്ടും അമ്പലത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിൽ വരുമ്പം തിരുമേനി ചോദിക്കും, വീണ്ടും വന്നോ? എന്താ ഇത്ര വിഷമം? മനസ്സിൻ്റെ വിഷമമൊന്നും മാറിയില്ലേ? ഈ ഭഗവാന്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കും, ഞാൻ പോയി കഴിഞ്ഞ് നയനയൊക്കെ വന്നായിരുന്നു. അതേ വന്നിരുന്നു. അവരെന്തെങ്കിലും പൂജകളൊക്കെ ചെയ്തിരുന്നോ എന്ന് ചോദിക്കും. അവർ എപ്പോഴും വരുമ്പോൾ പൂജകൾ ചെയ്യാറുണ്ട് ആ കുട്ടി. അത് ചെയ്യുന്നതെല്ലാം അവളുടെ അമ്മായിമ്മയായ ദേവയാനിക്ക് വേണ്ടിയാണെന്ന് പറയും. അപ്പോൾ കേൾക്കുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ശരിക്കും സങ്കടം വരുന്നുണ്ട്. അന്നേരം ദേവയാനി ഓർക്കും, എന്നാൽ ഇനി നയനയ്ക്ക് വേണ്ടി ചില പൂജകൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാനത് ചെയ്തെന്നറിഞ്ഞാൽ എല്ലാവരും അറിയുമല്ലോ, അതുകൊണ്ട് ചെയ്യാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. അന്നേരം തിരുമേനി പറയും, ആ കുട്ടിയുടെ അമ്മയും എപ്പം വന്നാലും ആദ്യം അർച്ചന നടത്തുന്നതും പൂജകൾ ചെയ്യുന്നതും ദേവയാനിക്ക് വേണ്ടിയാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അങ്ങ് സങ്കടപ്പെട്ട് നിന്ന് കരയുകയാണ് ദേവയാനി. ഭഗവാനെ, എൻ്റെ തെറ്റുകൾ പൊറുക്കണം. ഞാൻ ഒരുപാട് ദ്രോഹങ്ങൾ അവളോട് ചെയ്തു പോയി. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ദേവയാനി ഇറങ്ങി വരികയാണ്. അപ്പോൾ അനന്തപുരിയിലാണെങ്കിൽ ജയനും ആദർശും മുത്തശ്ശിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ജയൻ പറയുന്നുണ്ട്, ദേവയാനി എവിടെ പോയതാണെന്ന് അറിയത്തില്ല. കരൾ തന്ന പെൺകുട്ടിയെ തപ്പി നടക്കുക ഇപ്പോൾ അയാളുടെ പണി എന്നൊക്കെ പറയും. അപ്പം ആദർശ് പറയും, ഇനിയിപ്പം എന്തായാലും ഇത് കാണിച്ചു കൊടുക്കേണ്ടി വരുമോ എന്ന്. അപ്പം മുത്തശ്ശി പറയും, അതിനെന്താ, ഇനി സത്യം അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് എത്ര നാളെന്ന് വെച്ചാലാണ് മൂടി വെക്കുന്നത്. അതുകൊണ്ട് സത്യം പറയുക തന്നെ വേണമെന്ന്. ആ സമയത്ത് ദേവയാനി അങ്ങോട്ട് വന്നിറങ്ങും. താൻ എന്താ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? എവിടെ പോയതാണെന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേന് ദേവയാനി പറയും, എൻ്റെ മകന് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഉറക്കമില്ലല്ലോ, അത് കാരണം ഭഗവാനോടൊന്ന് പ്രാർത്ഥിക്കാൻ പോയതാന്ന്. അപ്പോഴത്തേന് ജയൻ പറയും, അതിന് ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവൻ്റെ ഭാര്യയെ കാണാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവന് വിഷമമുണ്ട്. അതുകൊണ്ടാണ് അവൻ ഈ ഉറക്കമില്ലാതിരിക്കുന്നതെന്ന്. അന്നേരം മുത്തശ്ശിയും പറയുന്നുണ്ട്, എന്തൊക്കെയായെന്ന് പറഞ്ഞാലും ആദർശിന് അവൻ്റെ ഭാര്യയെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയും. അപ്പോഴത്തേന് ജയൻ പറയുന്നുണ്ട്, നയനമോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ വിഷമം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ആ മുത്തശ്ശനും ഇതുപോലെ ആദർശിനും ഭയങ്കര വിഷമമാണെന്ന് പറയും. അപ്പോൾ ദേവയാനി ചോദിക്കും, അപ്പോൾ ജയേട്ടനും അമ്മയ്ക്കും വിഷമം ഇല്ലെന്ന് ചോദിക്കും. പിന്നെ അല്ലാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. നയനമോൾ ഇവിടെ ഇല്ലാത്തതിൻ്റെ കുറവ് വല്ലാത്ത കുറവ് തന്നെയാണെന്ന് പറയും. അപ്പോൾ അവൻ ആണെങ്കിലും അവൻ്റെ ഭാര്യയെ അവൻ്റെ അമ്മയെ പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ആദർശ് കയറി പറയുന്നുണ്ട്, അമ്മയ്ക്കൊപ്പമല്ല, അമ്മയെക്കാട്ടിലും കുറച്ച് ഭാര്യയെ സ്നേഹിക്കുന്നുള്ളൂ, അമ്മ തന്നെയാണ് ഏറ്റവും മുകളിലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി അങ്ങ് മിണ്ടാതിരിക്കുക. എന്നിട്ട് ദേവയാനി പറയും, ഇനി അപ്പം അവളുടെ കുറവ് മനസ്സിലാക്കാത്തത് ഞാൻ മാത്രമാണല്ലേ എന്ന് ചോദിച്ച് അകത്തേക്ക് അങ്ങ് പോവും. നേരത്തേന് ജയൻ ചോദിക്കും, താൻ എന്താ ഒന്നും പറയാതെ പോയെന്ന്. അപ്പോൾ ഞാനെന്ത് പറയാനാന്ന് ചോദിച്ച് ദേവയാനി പോകുന്നു. അന്നേരത്തേന് ആദർശ് പറയും, അമ്മയ്ക്കൊപ്പം ഞാൻ നയനെ സ്നേഹിക്കുന്നെന്ന് പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. മുത്തശ്ശി പറയും, അന്നേരം എന്തിനാ ഇങ്ങനെ എല്ലാം മറച്ചു വെക്കുന്നത്? സത്യം എപ്പോഴായാലും തുറന്ന് തന്നെ പറയണം, ഇങ്ങനെ മൂടി വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. ദേവയാനി മുറി ചെന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. തിരുമേനി പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ആ കുട്ടി വളരെ നല്ല കുട്ടിയാണെന്നും എന്ന് വന്നാലും പൂജകൾ ചെയ്യുന്നത് ദേവയാനിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞതും ഇങ്ങനെ ഓർത്ത് കരയുകയാണ് ദേവയാനി. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.